This video is focused on DOM concept, document object model. ഇപ്പൊ നമ്മൾ ഏത് വെബ് ആപ്ലിക്കേഷൻ എടുത്താലും അല്ലെങ്കിൽ വെബ്സൈറ്റ് എടുത്താലും അതിനൊരു ജീവൻ കൊടുക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജസ്റ്റ് ലൈക്ക് ഫിലിമേക്കർ ഗീവ്സ് ലൈഫ് ടു എ സ്ക്രിപ്റ്റ്. ഇപ്പൊ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ അകത്ത് എല്ലാം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ പോപ്പ് ബോക്സ് വരുമ്പോഴും ഓരോ ആനിമേഷൻസ് ചെയ്യാൻ നേരത്ത് there is a silent masterpiece behind that performance. That is called a document object model. ഓക്കെ, അപ്പൊ നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ വരുന്നതും ഒരു ആഡ് പോപ്പപ്പ് ചെയ്ത് വരുന്നതും നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് സ്മൂത്ത് ആയിട്ട് പോകുന്നതും അതിൽ ചെറിയ ആനിമേഷൻസ് ഒക്കെ ചെയ്യുന്നതും എക്സെട്ര ബി ഡൺ ത്രൂ ഡോം കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിന് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷന് ഒരു ലൈഫ് കൊടുക്കുന്നത്? ഇപ്പൊ സപ്പോസ് ഈ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ശരിക്കുള്ള HTML. ഈ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ശരിക്കുള്ള HTML. ഈ സ്ട്രക്ചറിനെ കുറച്ചും കൂടി സ്റ്റൈൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഒക്കെ സ്മൂത്ത് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS. അപ്പൊ HTML എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റൈൽ. HTML യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. നമ്മളെ വീടിന്റെ അടിസ്ഥാനവും പില്ലേഴ്സും പ്രൂഫും കാര്യങ്ങളും അതൊക്കെ. CSS എന്താണ് ചെയ്യുന്നത്? അതിനെ ഭംഗി ചെയ്യുക, കളർ ചെയ്യുക, ടെക്സ്ചർ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഈവന്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒരു വെബ്സൈറ്റ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ ഹൗസിന്റെ കേസ് എടുക്കുന്നെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ മൊഡ്യൂൾ എടുക്കാം. നമ്മളെ ഇലക്ട്രോണിക്സിൽ വരുന്ന ഫാൻ. ഇപ്പൊ ഫാൻ കറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വിച്ച് ഇടണം. അപ്പൊ ആ സ്വിച്ച് ഇടുമ്പോൾ ഈ ഫാൻ കറങ്ങണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ പറഞ്ഞു കൊടുക്കുകയല്ല, അതിന്റെ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ജാവാസ്ക്രിപ്റ്റ് വരുന്നത്. അതിന് തൊട്ടപ്പുറത്ത് കൺട്രോൾ ഉണ്ട്, നമുക്ക് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഓരോ ലെവല് അപ്പ് ചെയ്യാൻ നേരത്ത് മോട്ടറിന്റെ സ്പീഡ് ഇങ്ങനെ കറങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അതാണ് അതിന്റെ പർപ്പസ്. അപ്പൊ എന്നാലേ കുറച്ചും കൂടി വീടാവത്തുള്ളൂ, ഒരു ജീവൻ ആ വീട്ടിൽ വരത്തുള്ളൂ. ഇലക്ട്രോണിക്സും എല്ലാം വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ പ്രോപ്പർ ആയിട്ട് അത് നമുക്ക് ഹൗസ് എന്ന് പറയാൻ പറ്റും. അതേപോലെ വെബ് ആപ്ലിക്കേഷന്റെ അകത്ത് ഓരോ ഈവന്റ് ട്രിഗർ ചെയ്യാനും ഓരോ ആനിമേഷൻസ് ചെയ്യാനും ചെറിയ ചെറിയ പോപ്പ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. ഒരു സിനിമ എടുക്കുന്നെങ്കിൽ സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എടുക്കാൻ നേരത്ത് അതിനകത്ത് HTML. ഒരു സിനിമ എടുക്കാൻ നേരത്ത് അവിടെ ഒരു ആക്ടർ വേണം, നടനോ നടിയോ ആക്കാം. അതേപോലെ വെബ്സൈറ്റ് എടുക്കാൻ നേരത്ത് they have elements like heading, paragraph, image, button, etc. ഒരു സിനിമയിൽ ആക്ടർ മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു ഫിലിം കംപ്ലീറ്റ് ആവത്തില്ല. അതേപോലെ വെബ്സൈറ്റിന്റെ അകത്ത് HTML മാത്രം ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ആവത്തില്ല. HTML സ്റ്റാറ്റിക് ആണ്, സ്റ്റിൽ ആണ്, അതൊരു സൈലന്റ് ആണ്. ഇപ്പൊ സിനിമയിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഡയറക്ഷൻസ്, മൂമെന്റ്സ്, ഇമോഷൻസ്, ജസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഗൈഡൻസും ജസ്റ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഡോം യൂസ് ചെയ്താണ് ജാവാസ്ക്രിപ്റ്റ് വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഡോം യൂസ് ചെയ്താണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റ് ജാവാസ്ക്രിപ്റ്റ് ത്രൂ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഡോം യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതാണ് അടുത്ത കേസ്. നമുക്ക് ഡോം യൂസ് ചെയ്ത് we can modify HTML tags. Also, we can modify attributes and their value inside a tag. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് കണ്ടന്റ്, ഓരോ ടാഗിന്റെ ഉള്ളിലിരിക്കുന്ന ടെക്സ്റ്റ് കണ്ടന്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ ആൾസോ ഐ ക്യാൻ കൺട്രോൾ ഓർ മാനിപ്പുലേറ്റ് CSS style property and their values through DOM using JavaScript. അത് കണക്ക് ഡോം യൂസ് ചെയ്ത് എനിക്കൊരു
പുതിയൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു ടാഗ് എന്ന് പറയുമ്പോൾ പുതിയൊരു ടാഗ് അല്ല. എനിക്കൊരു എന്റെ വെബ്സൈറ്റിന്റെ അകത്ത് ഒരു പുതിയ സെക്ഷൻ വേണം അല്ലെങ്കിൽ ഒരു പുതിയ ടാഗ് വേണം. അങ്ങനെ എനിക്ക് ഡോം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫീൽഡ് വേണം, ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. അങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ആ ക്രിയേറ്റ് ചെയ്ത എലമെന്റ് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡോമിന്റെ മെയിൻ പ്രത്യേകത. ഇപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റില് നമ്മൾ ഡോം ഒരു ട്രീ സ്ട്രക്ചറിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മരം എടുക്കുന്നെങ്കിൽ ആ മരത്തിനുണ്ട് ഡീപ്പായിട്ട് റൂട്ട് ഉണ്ട്, എക്സ്പാൻഡിങ് ചെയ്യുന്ന ബ്രാഞ്ചസ് ഉണ്ട്, അതേപോലെ ഓരോ ബ്രാഞ്ചിന് ഇലകൾ, കായ്കൾ കാണും. അതേപോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ്. അപ്പൊ നമ്മൾ ഡോമിനെ ഒരു ട്രീ സ്ട്രക്ചറിലാണ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡോക്യുമെന്റ് ആയിരിക്കും റൂട്ട്. അതേ കണക്ക് HTML ടാഗ് ആയിരിക്കും ഓരോ നോഡ്സ്. എവരി ആട്രിബ്യൂട്ട്സ്, എവരി ടെക്സ്റ്റ്, എവരി കമന്റ്സ്, എവരിതിങ് ബിക്കം എ നോഡ് ഓഫ് ദ ജയന്റ് ട്രീ. അപ്പൊ നമുക്കൊരു HTML ഫയലിനെ മൊത്തത്തിൽ ഒരു ഡോക്യുമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിനാണ് റൂട്ട് എന്ന് പറയുന്നത്. ഒരു HTML ഫയൽ മൊത്തത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡോക്യുമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിന് നമ്മൾ റൂട്ട് എന്ന് പറയും. ആ ഓരോ HTML ഫയലിന്റെ കോഡിന്റെ അകത്ത് ഓരോ ടാഗ് ഉണ്ട്. അത് HTML ടാഗ് ആവാം, ഹെഡ് ടാഗ് ആവാം, മെറ്റ ആവാം, ബോഡി ആവാം, H1 ആവാം, div ആവാം, സെക്ഷൻ ആവാം, ഏത് ടാഗ് ആവാം. ആ ഓരോ ടാഗിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? ഓരോ നോഡ് ടാഗ് ആയിട്ട് എടുക്കും. ഓക്കെ. അതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ടാഗിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ് ഉണ്ട്, കമന്റ് ലൈൻസ് ഉണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ഉണ്ട്. അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് മരത്തിൽ ചാടണം, ഏത് ബ്രാഞ്ച് ആണ് വേണ്ടത്, ഏത് ഇലയാണ് നമുക്ക് എടുക്കാനുള്ളത്, എന്നിട്ട് വേറൊരു ഇല കൊണ്ട് റീപ്ലേസ് ചെയ്യണോ അല്ലെങ്കിൽ അതിന്റെ കളർ മാറ്റണോ, അതെല്ലാം തീരുമാനിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ്. അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ട്രാവേഴ്സ് ചെയ്യണം. അത് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡോമിനെ ഒരു ട്രീ സ്ട്രക്ചറിലാണ് നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്നതും അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഐ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ സ്പീക്കിംഗ് തിയറി. ഓക്കെ, നൗ വി ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് ഈ ഡോം എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ ഞാൻ എന്റെ HTML കോഡ് ഉണ്ട്. അത് കണക്കിന് ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, app.js. ഞാൻ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടില്ല. അടിയിൽ പോയിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക. സ്ക്രിപ്റ്റ് SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക, app.js. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പൊ എന്തായാലും എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നില്ല ഈ കേസിൽ. ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ HTML എന്തായിരിക്കും? ഒരു സ്റ്റാറ്റിക് ഫയൽ ആയിരിക്കും, സ്റ്റിൽ ആൻഡ് സൈലന്റ് ആയിരിക്കും. ഇപ്പൊ HTML-നകത്ത് എനിക്കൊരു കണ്ടന്റ് മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? HTML കോഡിൽ വന്ന് തിരുത്തണം. എന്നാൽ മാത്രമേ എവിടെ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ? ബ്രൗസറിൽ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ എനിക്ക് H1 ടാഗിന്റെ ഉള്ള കണ്ടന്റ് മാറ്റണം. എനിക്ക് H1 ടാഗിലുള്ള കണ്ടന്റ് മാറ്റിയിട്ട് അനശ്വര എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യണം? അനശ്വര. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റീഫ്രഷ് ആയി. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ലൈവ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീഫ്രഷ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ അല്ലാതെ ഇപ്പൊ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിപ്പോ ഞാൻ ലൈവിലല്ല, അല്ലാതെ ഡയറക്റ്റ് ഫയൽ എക്സ്പ്ലോറർ കയറി ഞാൻ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ H1 ടാഗിൽ ചേഞ്ച് ചെയ്തിട്ട് ബ്രൗസറിൽ ഫയൽ ഓപ്പൺ ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. അതെനിക്ക് ഞാൻ അനശ്വര മാറ്റിയിട്ട് അമലെന്ന് കൊടുക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? HTML ഫയൽ ആദ്യം സേവ് ചെയ്യണം, ബ്രൗസറിൽ വന്നിട്ട് റീഫ്രഷ് ചെയ്യണം. അപ്പൊ ഈ കേസിൽ മാറുന്നത് കാരണം ഞാൻ ലൈവ് സെർവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലൈവ് സെർവർ യൂസ് ചെയ്യാതെ സാധാ രീതിക്ക് ഫയൽ എക്സ്പ്ലോറർ പോയി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് HTML എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് ആണ്. അത് ഡൈനാമിക് യൂസറിന്റെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ എവിടെ പോയി കോഡ് എഴുതണം? നമ്മുടെ HTML ഫയലിൽ കയറി കോഡ് എഴുതിയിട്ട് ബ്രൗസറിൽ ഒന്ന് റീഫ്രഷ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് മാറും. ഞാൻ പഴയതുപോലെ ആക്കാം. ഓക്കെ, ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൈനാമിക് ആയിട്ട് എനിക്ക് കണ്ടന്റ് മാറ്റാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ബ്രൗസർ റീഫ്രഷ് ചെയ്യാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ടാഗിന്റെ കണ്ടന്റ് ആണോ മാറ്റാനുള്ള ആ കണ്ടന്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട്
റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് എടുക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എടുക്കുന്നു. അതിനകത്ത് കൺസോളിൽ പോകും. അപ്പൊ കൺസോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡീബഗ് ചെയ്യാൻ വേണ്ടി, ജാവാ സ്ക്രിപ്റ്റിന്റെ അകത്ത് ഡീബഗ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റിന്റെ ഫ്രെയിംവർക്ക് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കൺസോൾ യൂസ് ചെയ്ത് ഡീബഗ് ഒക്കെ ചെയ്ത് നോക്കാം. ആംഗുലർ, റിയാക്ട്, വ്യൂ, ഇഷ്ടം പോലെ ഉണ്ട് ഫ്രെയിംവർക്ക്. പൊതുവെ ജാവാ സ്ക്രിപ്റ്റിനെ നമ്മൾ ഡീബഗ് ചെയ്യാനും അല്ലാതെ കുറച്ച് കോഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും എറർ വരും. ജാവാ സ്ക്രിപ്റ്റിന്റെ എറർ ഒക്കെ വരാൻ നേരത്തെ എപ്പോഴും കൺസോളിലായിരിക്കും വരുന്നത്, ബ്രൗസറിന്റെ കൺസോളിലായിരിക്കും വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ് നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലിന് അല്ലെങ്കിൽ ഡോമിനെ ഒരു ട്രീ സ്ട്രക്ചറിനെ പോലെയാണ് ആക്സസ് ചെയ്യുന്നത്. അതിനകത്ത് ഡോക്യുമെന്റ് ആയിരിക്കും അതിന്റെ റൂട്ട് അല്ലെങ്കിൽ കിങ്. അത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൺസോളിൽ വന്നിട്ട് ഞാൻ ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ HTML ഫയലിന്റെ ഫുൾ ആക്സസ് കിട്ടും. കണ്ട, എന്റെ HTML ഫയൽ, സെർവർ, ഫയലിന്റെ പേര്, എക്സ്റ്റൻഷൻ. ഇനി ഞാൻ ഇത് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ HTML ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഹെഡ് പോയി. കാരണം എനിക്ക് ഡോക്യുമെന്റ് യൂസ് ചെയ്ത് എന്റെ എല്ലാ കോഡും അല്ലെങ്കിൽ എല്ലാ ടാഗിനും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആക്സസ് ചെയ്യാൻ പറ്റി. ഇതാണ് ഡോമിന്റെ പവർ. അത് നമുക്ക് ഡോക്യുമെന്റ് യൂസ് ചെയ്ത് നമുക്ക് നമ്മളെ HTML ഫയലിനെ ആക്സസ് ചെയ്യാനുള്ള പവർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് മൊത്തത്തിൽ ഒരു മരമാണെന്ന് ഇപ്പൊ സങ്കല്പിച്ചു. അതിന്റെ എന്ത് ചെയ്യണം, ഒരു ശിഖരം, അതിലൊരു ശിഖരമാണ് ഈ H1 അല്ലെങ്കിൽ ഒരു നോഡാണ് H1. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്യണം, ഈ ഡോക്യുമെന്റ് എടുക്കുമ്പോൾ ഡോക്യുമെന്റ് മൊത്തത്തിൽ കിട്ടും. പക്ഷെ നമുക്ക് ഡോക്യുമെന്റിന്റെ ഒരു പെർട്ടിക്കുലർ നോഡ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജാവാ സ്ക്രിപ്റ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പറഞ്ഞു തരാം, ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം. അപ്പൊ അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യാനുള്ള, എനിക്ക് ഏത് ടാഗിനോട് ആക്സസ് ചെയ്യാനുള്ള, H1 എന്ന് പറഞ്ഞ ടാഗിനാണ് ആക്സസ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഡോക്യുമെന്റ് എഴുതുമ്പോൾ ഫുൾ HTML കോഡും എനിക്ക് ആക്സസ് ചെയ്യാം. അതിൽ എനിക്ക് ആരെയാണ് ആക്സസ് ചെയ്യാനുള്ള, H1 ടാഗ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഡോട്ട് H1 എന്ന് എഴുതത്തില്ല, പകരം ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം. ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം ഇതൊരു മെത്തേഡാണ്. സോ എന്തിലിപ്പം എന്തുണ്ട്, ഒരു പാരാലിസിസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ എന്ത് പാസ് ചെയ്ത് കൊടുക്കണം, ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കണം. അത് എപ്പോഴും സ്ട്രിങ്ങിലായിരിക്കണം. അപ്പൊ ഇവിടെ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നോഡിനെയാണ് സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഏത് ടാഗിനെയാണ് സെലക്ട് ചെയ്യാനുള്ള ആ ടാഗിന്റെ പേര് പറഞ്ഞു കൊടുക്കാം. എനിക്കിവിടെ ഏത് ടാഗിനെയാണ് സെലക്ട് ചെയ്യാനുള്ള, H1 ടാഗിനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ H1 എന്ന് കൊടുക്കും. ഇപ്പൊ താഴെ തന്നെ ഇവിടെ വന്നു H1. ഒരു അറേക്കകത്താണ് H1 വന്നത്. കാരണം നമ്മളെ വെബ്സൈറ്റിന്റെ അകത്ത് എത്ര H1 ഉണ്ടോ അതെല്ലാം ഒരു അറേക്കകത്ത് ഇട്ടിട്ട് വരും. പിന്നെ ഇവിടെ H2 ആണ് കൊടുക്കുന്നെങ്കിൽ എനിക്ക് തോന്നിയത് റീസൺ ഓരോ ഡിവിന്റെ അകത്ത് ഞാൻ ഓരോ H2 കൊടുക്കും. ഇപ്പൊ 4 ഡിവിനകത്ത് ഓരോ H2. കാരണം അത് ഒന്നിൽ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അറയിലായിട്ട് വരുന്നത്. പിന്നെ H1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെണ്ണം എൻട്രി അടിച്ച്. എന്നിട്ട് ഞാൻ ഇതിപ്പോ എക്സ്പാൻഡ് ചെയ്യും. അറയുടെ ആദ്യത്തെ പൊസിഷൻ ആയിരിക്കണം H1, അറയുടെ സൈസ് 1. വീണ്ടും ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിന്റെ ഓരോ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അല്ല മെത്തേഡ് കിട്ടും. അപ്പൊ ഈ ഫീച്ചറൊക്കെ ആക്സസ് ചെയ്യാനാണ് നമ്മൾ ഡോം യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് A to Z നമ്മളെ കയ്യിലായിരിക്കും കൺട്രോൾ ഇരിക്കുന്നത്. വെബ്സൈറ്റ് എങ്ങനെ ചെയ്യണം, എന്ത് മാറ്റണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡോം യൂസ് ചെയ്ത് ഇവിടുത്തെ കണ്ടന്റ് മാറ്റിയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ടാഗിനായി പാരാന്തസിസിനകത്ത് H1 സെലക്ട് ചെയ്ത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് ഇതൊരു അറേയുടെ രൂപത്തിലാണ് സെലക്ട് ആവുന്നത്. അപ്പൊ എനിക്ക് ആദ്യത്തെ H1 സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ അറേക്കകത്ത് ഇൻഡെക്സിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ H1ന്റെ പൊസിഷൻ എന്താണ്, 0th പൊസിഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0. കാരണം 0 കൊടുത്തപ്പോ തന്നെ എന്റെ ആദ്യത്തെ H1 ഹൈലൈറ്റ് ആവുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ H2 കൊടുത്ത് H2 ആണ് കൊടുക്കുന്നതെങ്കിൽ കണ്ട ആദ്യത്തെ H2 ഇതാണ്, രണ്ടാമത്തെ H2 ഇതാണ്. അറേയുടെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചാണ്. ഞാൻ ഇവിടെ 0 മാറ്റി 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഡോംസ് പ്രൈമറി പർപ്പസ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് എന്ത് വരുന്നു, 0 H2 മാറ്റിയിട്ട് H1. അപ്പൊ അത് മാത്രമേ സെലക്ട് ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ ടെക്സ്റ്റ് ഈ ടാഗിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ നോഡിന്റെ ഉള്ളിലിരിക്കുന്ന ടെക്സ്റ്റിന് മാറ്റണം. അപ്പൊ അതിനുവേണ്ടി 3 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഡോമിലുള്ളത്. ഒന്ന് ഇന്നർ ടെക്സ്റ്റ്, ഒന്ന് ഇന്നർ HTML, അതേപോലെ തന്നെ
ഒന്ന് ടെക്സ്റ്റ് കണ്ടന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നർ HTML യൂസ് ചെയ്യും. ഇന്നർ HTML ഈക്വൽ ടു ഡബിൾ കോഴ്സിന്റെ അത് ഞാൻ കൊടുക്കുകയാണ്. ആണ് നമ്മളെ വെബ്സൈറ്റ് റീഫ്രഷ് ആവാതെയാണ് കണ്ടന്റ് മാറിയത്. നിങ്ങൾ ഈ ഐക്കൺ ശ്രദ്ധിച്ചാലും മതി. ഓക്കെ, ഞാൻ ഇപ്പൊ വേറൊരു പേര് വിളിക്കും. ഇപ്പൊ ഞാൻ അമലെന്ന് വിളിക്കും. എൻട്രൻസ്. നമ്മളിപ്പോ HTML ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോഡിൽ പോയിട്ട് കണ്ടന്റ് മാറ്റുക, എന്നിട്ട് ബ്രൗസറിൽ വന്നിട്ട് എന്ത് ചെയ്യണം? റീഫ്രഷ് ചെയ്യുക. എന്നാൽ മാത്രമേ മൊത്തത്തിൽ മാറത്തുള്ളൂ. കാരണം HTML സ്റ്റാറ്റിക് ആണ്. റീഫ്രഷ് ചെയ്യാതെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് ഒരിക്കലും സ്ക്രീനിൽ അല്ലെങ്കിൽ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യത്തില്ല. That's why HTML is static, still or silent. But JavaScript is different. It is a dynamic behavior ആണ് എപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സിനിമയിലെ കേസ് എടുക്കാനായിട്ട് നമ്മളൊരു ഡയറക്ടറിനെ ഡയറക്ട് ചെയ്യണ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡയറക്ടറിനെ കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആക്ടറിനെ കണ്ടുപിടിക്കുക. ഓക്കെ, അതേപോലെ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്തും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ആണ്. ഓക്കെ, നമ്മൾ ഐഡി നെയിം യൂസ് ചെയ്താണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു ക്ലാസിക് ആണ്, റിലയബിൾ ആണ്, പ്രിസൈസും ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സും ഉണ്ട്. ഒന്ന് ക്വറി സെലക്ടേഴ്സ് ഉണ്ട്, ഒന്ന് ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം ഉണ്ട്, അതല്ലെങ്കിൽ ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം ഉണ്ട്. ടാഗ് നെയിം ആണ് നമ്മൾ ഇപ്പൊ നോക്കിയത്. അപ്പൊ അതേപോലെ അല്ലാതെ ടൂൾസ് ഉണ്ട്. അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയെ ലെൻസ് പോലെയാണ്. നമുക്ക് ഒരു സീനെ തന്നെ പല രീതിക്ക് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു നോഡ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ടാഗ് സെലക്ട് ചെയ്യാം. അപ്പൊ അതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ലൈൻ ആണ് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്യണം, എല്ലാം ഒന്ന് ക്ലിയർ ആയി. ഇപ്പൊ ഞാൻ അല്ലാതെ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് എന്നിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇതാണ് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് വർക്ക് ആയില്ല. അല്ലെങ്കിൽ എൻ്റർ അടിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഈ തവണ വർക്കായി. എൻ്റർ അടിക്കാത്തതായിരിക്കും. ഓക്കെ, ഞാൻ പറയാൻ വന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെലക്ഷൻ. ഓക്കെ, അപ്പൊ അതിൽ എന്ത് ചെയ്യണം? എനിക്ക് ഈ H1 സെലക്ട് ചെയ്യാവുക. അപ്പൊ ഏത് ടാഗിനാണ് സെലക്ട് ചെയ്യാനുള്ള ആ ടാഗിന് ഒരു പേര് കൊടുക്കണം, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കണം. അപ്പൊ ആ പേര് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ഐഡി. ഐഡിക്ക് ആ പേര് കൊടുക്കുകയാണ് ഹെഡ് ഫസ്റ്റ് ആണ്, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. നമ്മൾ CSS ക്ലാസ് യൂസ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ HTML ഐഡി യൂസ് ചെയ്യുന്നത്. ആ ഒരു ടാഗിന് ഒരു യുണീക്ക് ആയിട്ടുള്ള പേര് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോമൺ നെയിമും കൊടുക്കാം. സെയിം പർപ്പസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. ഐഡിയുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, പേര് കൊടുക്കുക, ഒരു ടാഗിന് പേര് കൊടുക്കുക. അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കോമൺ ആയിട്ട് ഐഡി യൂസ് ചെയ്താണ് എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, കോഡ് എഴുതുന്നത്. ഇവൻ CSS വി യൂസ് ക്ലാസ് നെയിം. നമ്മൾ പൊതുവെ ഉള്ള കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് നെയിം അല്ലെങ്കിൽ ക്ലാസ് നെയിം എപ്പോഴും CSSനും അതേപോലെ ഐഡി എപ്പോഴും ജാവാസ്ക്രിപ്റ്റിനുമാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്. നമുക്ക് രണ്ടും ഉപയോഗിക്കാം. CSSന്റെ അകത്ത് ഐഡി യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും, ക്ലാസ് നെയിം വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ടാഗ് നെയിം വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് നെയിം വെച്ച് സെലക്ട് ചെയ്യാം, ഐഡി വെച്ച് സെലക്ട് ചെയ്യാം, അതേപോലെ ടാഗ് നെയിം വെച്ച് വി ക്യാൻ സെലക്ട്. പക്ഷെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡി ആയിരിക്കും. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. ഡോക്യുമെന്റ് ഡോട്ട് ഐഡി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ കമന്റ് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി. ഗെറ്റ് എലമെന്റ് ബൈ ഐഡി പാരാലിസിസ് കൊടുക്കുക. ഇതൊരു പാരാമീറ്റർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും സ്ട്രിംഗിൽ വേണം കൊടുക്കാറുള്ള. അപ്പൊ എന്ത് ചെയ്യണം? ഏത് എലമെന്റിനാണോ എനിക്ക് സെലക്ട് ചെയ്യാനുള്ള ആ എലമെന്റ് ഐഡി പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ H1 എന്ന് പറഞ്ഞ എലമെന്റ് ആണ് എനിക്ക് സെലക്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ആ നോഡാണ് സെലക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ എന്ത് ചെയ്യണം? ഐഡി പാസ് ചെയ്ത് കൊടുക്കും. ഐഡി ഞാൻ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ
കണ്ടോ? ആദ്യത്തെ H1 അല്ലെങ്കിൽ ഫസ്റ്റ് നോഡ് will be selected. Now we can replace the text inside the H1 tag. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി കണ്ടന്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ വരാൻ നേരത്ത് നമ്മൾ അറേ ഒന്നും കൊടുക്കണ്ട. കാരണം ഇത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒന്നല്ല വന്നത്. ഡയറക്റ്റ് അങ്ങ് സെലക്ട് ചെയ്തിട്ട് വന്നേക്ക്. കാരണം ആ ഒരു പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഒരു പേര് ഒരാൾ മാത്രമേ ഉള്ളൂ. ഇതേ പേരിൽ വേറൊരാളുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തു. ഐ ഡി പേരെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി ഒന്ന് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഹെഡ് ഫസ്റ്റ്. അപ്പോഴും എന്ത് ചെയ്യാന്നുള്ളൂ? ഒരെണ്ണം മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് കൂടി ഒന്ന് നോക്കാം. അപ്പോഴും ഒരാൾ മാത്രമേ ഉള്ളൂ. കാരണം ആദ്യം ഹെഡ് ഫസ്റ്റ് എന്നുള്ള ഐ ഡി നെയിം വരും, അവരായിരിക്കും ഫസ്റ്റ് സെലക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ ഐ ഡി വെച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വേറെ കമന്റ് ലൈൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ട്, സിംഗുലറും മറ്റേത് ഞാൻ പറയുമ്പോൾ എന്തായാലും നാക്ക് കുഴഞ്ഞാവും. ഞാൻ എന്തായാലും പറയില്ല. നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള സിംഗുലറും ഏകവചനം ബഹുവചനം എന്നുള്ള കൺസെപ്റ്റ് അതേപോലെ. അപ്പൊ നമ്മൾ ഗെറ്റ് എലമെന്റ് ഐ ഡി വെച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ വാല്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. അതെപ്പോഴും ആദ്യം ഫസ്റ്റ് ആരെ കാണാൻ ആ പേരുള്ളത് അവരെ മാത്രം സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് മാറ്റണമെങ്കിൽ ഞാൻ ചെയ്യണം ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്നിട്ട് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു പേര് വിളിക്കുകയാണ് കണ്ടന്റ് മാറി. ഓക്കെ, നമ്മൾ പൊതുവെ കോഡ് എഴുതാൻ നേരത്തെ ഇത്രയും വലിയ ലൈൻ എപ്പോഴും ടൈപ്പ് ചെയ്തില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ എല്ലാ സ്ഥലത്തും ആ വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് വീണ്ടും എന്ത് ചെയ്യണം? H1 ഇല്ല ടെക്സ്റ്റ് മാറ്റിയിട്ട് അമലന്ന് കൊടുക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും സ്ട്രീം കണ്ടന്റ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി സിംഗിൾ കോഴ്സിനകത്ത് ഹെഡ് ഫസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യും? ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ഒരു പുതിയ വാല്യൂ എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇത്രയും പോർഷൻ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിൾ എടുത്തിട്ട് ഇത് റിപ്പീറ്റ് ആവുന്ന പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ട് വേരിയബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ചെയ്യുന്ന പോലെ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ. കാരണം ഈ വാല്യൂ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പൊ കോൺസ്റ്റന്റ് എടുക്കുക. ഞാൻ കൊടുക്കുന്ന H1. എനിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ H1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ വേരിയബിളിന്റെ അകത്ത് ഈ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ഐ ഡി സ്റ്റോർ ചെയ്യുന്നു. ഞാൻ കൊടുക്കുകയാണ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്നിട്ട് ഞാൻ കൊടുക്കുന്നു ഏത് ഐ ഡി ആണ് ഐ ഡിയുടെ പേര് ക്ലാസ് ഫസ്റ്റ് ഹെഡ് ഫസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ഞാൻ H1 എന്നും പറഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആക്സസ് ആയി. കാരണം ഈ H1 എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഇരിക്കുന്നത് എന്ത് വാല്യൂ ആണ്? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഇതാണ്. ഇപ്പൊ H1 എവിടെ പോലോ അവിടെ എല്ലാത്തിലും ശരിക്കും ഇരിക്കുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഹെഡ് ആണ്, ഹെഡ് ഫസ്റ്റ് ആണ്. ഇനി എനിക്ക് വാല്യൂ മാറ്റണമെങ്കിൽ എളുപ്പമാണ്. H1 ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ഞാൻ കൊടുക്കുകയാണ് ന്യൂ വാല്യൂ. മാറിയുണ്ടല്ലേ? പിന്നെ ഇവിടെ H1 ഇവിടെ ഒരു വേരിയബിൾ ആണ്. വേരിയബിൾ എന്താണ് ചെയ്യുന്നത്? ഒരു വാല്യൂ സ്റ്റോർ ചെയ്യും. ആവശ്യമുള്ള സമയത്ത് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ്? ആ ഒരു വേരിയബിളിനകത്ത് ഈ സെലക്ഷൻ നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി യൂസ് ചെയ്യുന്നത് ഒരു നോഡിനെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ HTML ടാഗിനെ സെലക്ട് ചെയ്യാനോ ഒരു ബ്രാഞ്ചിനെ സെലക്ട് ചെയ്യാനോ. അപ്പൊ ഈ സെലക്ട് ചെയ്യുന്ന കമന്റ് എന്ത് ചെയ്യും? ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ കോൾ ചെയ്യും. ഇപ്പൊ ഇവിടെ H1 എന്ന് വിളിച്ചാലും അവിടെ എന്താണ് ഇരിക്കുന്നത്? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ഐ ഡി ആണ്. ഇവിടെ ശരിക്കും ഇരിക്കുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഹെഡ് ഫസ്റ്റ് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ന്യൂ വാല്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പൊതുവെ കൺസോളിലല്ലേ കോഡ് എഴുതുന്നത്. നമ്മളെ ജാവാസ്ക്രിപ്റ്റ് ഫയലിനകത്താണ് നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ കൊടുക്കുകയാണ് കോൺസ്റ്റന്റ്. ഞാൻ കൊടുക്കുകയാണ് ഹെഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നു. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ്
എലമെന്റ് ബൈ ഐ ഡി പാരാമീറ്റേഴ്സിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഡി സെലക്ട് ചെയ്യുന്നു. എന്റെ ഐ ഡി എന്താണ്, ഹെഡ് ഫസ്റ്റ്. പിന്നെ ഇവിടെ ഹെഡ് ഫസ്റ്റ് എടുക്കുന്നു. നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഏത് ഐ ഡി നെയിമാണ് ഇവിടെ കൊടുക്കുന്നത് അതായിരിക്കും വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പേരാണ് കൊടുക്കുന്നത് അതായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് നോക്കി അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ H1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. പൊതുവെ നമ്മൾ എന്താണ് ഐ ഡി കൊടുക്കുന്നത് ആ ഐ ഡി നെയിം ആയിരിക്കും ഇവിടെയും കൊടുക്കുന്നത്. ചില സമയത്ത് ഇതിന്റെ ഷോർട്ട് ആയിട്ട് വല്ല HF എന്ന്, അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് ഫസ്റ്റ് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു. ഇന്നർ HTML മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു HTML ടാഗിന്റെ അകത്തുള്ള ടെക്സ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ് ഇന്നർ HTML. നമുക്ക് അത് യൂസ് ചെയ്ത് നമുക്കൊരു HTML സ്ട്രക്ചർ, ആ ബ്ലോക്ക് മൊത്തത്തിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാം. അത് അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിനകത്ത് ഞാൻ കൊടുക്കുകയാണ് ടെസ്റ്റ് ഹെഡിങ് .js. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈനാമിക് ആയിട്ട് നമുക്ക് ഡോം യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡോമിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുക, അതിന്റെ HTML ടാഗിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, HTML ടാഗിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അട്രിബ്യൂട്ട്സും അതിന്റെ വാല്യൂസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ കൺട്രോൾ ചെയ്യാം. അതേപോലെ CSS പ്രോപ്പർട്ടീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കളർ ആഡ് ചെയ്യാം, കളർ റിമൂവ് ചെയ്യാം, എക്സെട്ര. ഒരു സിമ്പിൾ കേസ് എടുക്കുന്ന ഈ ഒരു വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിനകത്ത് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഡാർക്ക്. അതേപോലെ ഇത് ടേബിൾ ആണ്. ഈ ടേബിളിനകത്ത് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ വന്നിട്ട് ഞാൻ അവിടെ ARI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് കൊടുക്കണം. ഇതൊന്നും നമ്മളെ വെബ്സൈറ്റ് റീഫ്രഷ് ആവാതെയാണ് ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റും ഡോമും യൂസ് ചെയ്യുന്നത്.